സെമിനാരിയിൽ പഠിക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഷിൻഡോ എന്നായിരുന്നു. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് അമല ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഷിൻഡോയിനെ സന്ദർശിക്കുവാനായിട്ട് പോകുമായിരുന്നു. നമുക്കറിയാലോ ക്യാൻസറിൻ്റെ ആ ഗൗരവമൊക്കെ. വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും മരുന്ന് കഴിച്ച് മടുത്തിരിക്കുമ്പോഴും കീമോ കഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സമയങ്ങളും എല്ലാം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് എന്നെ അരികിലിരുത്തും. എന്നോട് ചോദിക്കും, ബൈജു, സെമിനാരിയിലെ പഠനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നീ പറഞ്ഞ പേപ്പർ വർക്കൊക്കെ സബ്മിറ്റ് ചെയ്തോ? അതിൻ്റെ ടോപ്പിക് എന്തായിരുന്നു? നിനക്ക് എല്ലാം ചെയ്യുവാനായിട്ട് പറ്റും, സാരമില്ല. വീട്ടിലെന്തൊക്കെയാണ് വിശേഷം? പപ്പയും അമ്മയൊക്കെ സുഖമായിരിക്കുന്നോ? നിൻ്റെ പെങ്ങൾ എന്നാ എടുക്കുന്നു? ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അവൻ്റെ രോഗത്തെക്കുറിച്ചോ അവൻ്റെ വേദനയെക്കുറിച്ചോ അവൻ്റെ ദുഃഖത്തെക്കുറിച്ചോ അവൻ ഒരിക്കലും പറയാറില്ല. എല്ലാം ജീവിതത്തിൽ സംയമനത്തോടെ അവൻ സ്വീകരിച്ചു. അധികം നാളുകൾ ഇനിയില്ല എന്ന് അവനറിയാം. എങ്കിൽ പോലും ജീവിതത്തിലെ അവസ്ഥ അവൻ അംഗീകരിച്ച് പ്രാർത്ഥിച്ച് വളരെ സംയമനത്തോടുകൂടെ ജീവിതത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്തായിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഓസ്ലിം നഗരിയിലെ സ്ത്രീകൾ ഈശോയെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഈശോ അവരെ തീർച്ചയായിട്ടും അവരുടെ വേദനകൾ, കാരണം അവരുടെ സാന്നിധ്യം ഈശോയ്ക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ അവരുടെ സാന്നിധ്യത്തെക്കാൾ അവർ കൊടുത്ത ആശ്വാസത്തേക്കാൾ കൂടുതലായിട്ട് ഈശോ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ പ്രബുദ്ധരാക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ദുഃഖങ്ങളും വേദനകളുമൊക്കെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നത് മിഥ്യയാണ്. ആ ദുഃഖങ്ങളും വേദനകളും ഈശോ സഹിച്ചതുപോലെ നമുക്ക് ഏറ്റെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, കുടുംബ ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരുമുണ്ട്. ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. അവരെയൊക്കെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ശ്രമിക്കാം. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.